അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് ആഖിറത്തിലെ ഷഹീദ്? അവർ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ അവരെ ഈ ഭൗതികമായ ലോകത്ത് ഷഹീദായി കണക്കാക്കപ്പെടുകയില്ല. അവർക്ക് ആഖിറത്തിൽ ഷഹീദിൻ്റെ കൂലിയാണ്. അവരെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പറയാൻ കാരണം, എൻ്റെ പ്രിയപ്പെട്ട മൂത്തമ്മ അഥവാ എൻ്റെ ഉമ്മയുടെ സഹോദരി അക്രമിയുടെ കരത്താൽ ഷഹീദായി. അല്ലാഹു പാരത്രിക ലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നാളെ ശുഹദാക്കന്മാരുടെ പ്രതിഫലം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ സഹോദരിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ സമയവും പരിശുദ്ധ ഖുർആൻ ഓതാനും വുളൂ സൂക്ഷിക്കുവാനും എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറാനും എല്ലാവരോട് നല്ല നിലയിൽ വർത്തിക്കാനും എല്ലാവരോടും നല്ലത് മാത്രം ആഗ്രഹിച്ച ഒരു സഹോദരിയായിരുന്നു ഈ പറയപ്പെട്ട ഐസമ്മ എന്ന് പറയുന്ന സഹോദരി. ആർക്കും ഒന്നും അവരെക്കുറിച്ച് ഒരു റിമാർക്ക് പറയാനില്ല. അത്രയും നല്ല റാഹത്തുള്ള ജീവിതമാണ് ദുനിയവിയായ ലോകത്ത് അവർ കാഴ്ചവെച്ചത്. പക്ഷേ അവർക്ക് അല്ലാഹു കൊടുത്തത് ഷഹീദിൻ്റെ കൂലിയാണ്. നമ്മുടെ മുമ്പിൽ അവർ വളരെ വേദനിച്ചെങ്കിലും നാളെ പടച്ച തമ്പുരാനിൻ്റെ കോടതിയിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ്. ശത്രുവായ മനുഷ്യനിക്ക് ഇവിടെ ഒരുപാട് ശിക്ഷകളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമെങ്കിലും അവനിക്ക് ഖബറിലും പാരത്രിക ലോകത്തും ശിക്ഷയുണ്ട്. അതേ സമയത്ത് ഈ ഷഹീദായിരിക്കുന്ന ഐസമ്മ എന്ന് പറയുന്ന സഹോദരിക്ക് അല്ലാഹു ഇവിടെ വേദന കൊടുത്താലും വിഷമം കൊടുത്താലും അവർക്ക് ഖബർ ജീവിതത്തിൽ പാരത്രിക ലോകത്തിൽ അവർക്കൊക്കെ അല്ലാഹു സന്തോഷം കൊടുക്കും. ആ നിലക്ക് അവർ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, ആരാണ് ആഖിറത്തിലെ ഷഹീദ്? അക്രമിയുടെ കരത്താൽ കൊല്ലപ്പെട്ടവൻ ഷഹീദാണ്. വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയവർ ഷഹീദാണ്. തീ പൊള്ളലേറ്റ് വെന്ത് മരിച്ചവർ ഷഹീദാണ്. വയറിളക്കം കൊണ്ട് മരണപ്പെട്ടു പോയവർ ഷഹീദാണ്. അതുപോലെ തന്നെ പ്ലാഗ് രോഗം പിടിച്ച് മരണപ്പെട്ടു പോയവർ ഷഹീദാണ്. അതുപോലെ ഗ്യാസിൻ്റെ സ്ഫോടനത്താൽ കത്തിക്കരിഞ്ഞു പോയി ഷഹീദാണ്. വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി ഷഹീദാണ്. ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് മരണപ്പെട്ടു പോയി ഷഹീദാണ്. കിണറ്റിൽ വീണ് മരണപ്പെട്ടു പോയി ഷഹീദാണ്. അങ്ങനെ ഒരുപാട് നാം പ്രതീക്ഷിക്കാത്ത നിരക്ക് മരണം നമ്മെ കവർന്നെടുത്താൽ ഷഹീദിൻ്റെ കൂലി പാരത്രിക ലോകത്ത് കിട്ടുമെന്ന് മഹാരിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും പലരിലും ഒരുപാട് ശുഹദാക്കന്മാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഷഹീദിൻ്റെ കൂലി കൊണ്ട് സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു ഷഹീദിൻ്റെ കൂലി കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. അതുപോലെ പ്രസവ വേദന കൊണ്ട് സഹിച്ച് മരണപ്പെട്ടു പോയി, പ്രസവത്താൽ മരണപ്പെട്ടു പോയി, ഷഹീദിൻ്റെ കൂലിയാണ്. അങ്ങനെ ഒരുപാട് ശുഹദാക്കന്മാരുടെ പട്ടിക മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവർ മരണപ്പെട്ടാൽ ഭൗതിക ലോകത്ത് മരണപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്യണം. മയ്യത്ത് നിസ്കരിക്കണം, മയ്യത്ത് കുളിപ്പിക്കണം, മയ്യത്ത് മറമാടണം,
തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് കേൾക്കുവാനും നല്ലത് പഠിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലവർ ഒന്നിച്ച് കൂടുവാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു ആഖിറത്തിൽ വലിയ പദവി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി